Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട്, അതായത് ഫിഫ്ത്ത് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നല്ലൊരു വാലിഡ് അഗ്രിമെൻറ്റിൻ്റെ വേണ്ട പ്രധാനപ്പെട്ട ഒരു എസെൻഷ്യൽ കൂടിയാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന ആളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺട്രാക്ട് ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള ഒരാളുടെ കപ്പാസിറ്റി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എവറി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് to enter into a contract if he has attained the age of majority according to the law to which he is subject and who is sound mind and is not disqualified from contracting by any law to which he is subject. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത്തേന് പറഞ്ഞിരിക്കുന്നത് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി. അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 18 വയസ്സ് തികഞ്ഞിരിക്കണം. രണ്ടാമത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സൗണ്ട് മൈൻഡ്. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധപൂർവം നമുക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും കഴിവുള്ള വ്യക്തികൾ, അതാണ് സൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. He is not disqualified from contracting by any other law to which he is subject. നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കുറേ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടുത്തെ നിയമം മൂലം ഒരിക്കലും നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യാത്ത ഒരാളായിരിക്കണം. കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യുക, അവർക്ക് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനൊക്കെ വിലക്കുണ്ടാവും. ഓക്കെ, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതൊന്നും ഒരു നിയമം മൂലവും നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട യോഗ്യതകൾ അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 യോഗ്യത എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻകോമ്പിറ്റൻ്റ് ആണ്, ഇവരൊന്നും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? 1 മൈനർ പറഞ്ഞാൽ 18 വയസ്സ് തികയാത്ത ആളുകൾ. 2 പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, മാനസിക നില ശരിയല്ലാത്ത ആളുകൾ. മൂന്നാമത്തത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ടു വിച്ച് ദേ ആർ സബ്ജക്റ്റ്, അതായത് വ്യക്തികൾ ചില കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവരെ നിയമം മൂലം തന്നെ ഒരു കാര്യത്തിലും എൻ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കിയ ആളുകളാണത്. ഇനി അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് മൈനറാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിൽ ആരാണ് മൈനർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് 1875 ഇന്ത്യൻ മെജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സ് തികയാത്ത ആളെയാണ് എന്ത് പറയുന്നത്? മൈനർ എന്ന് പറയുന്നത്. എന്നാൽ അവർ 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാലോ അവർക്ക് ഏതൊരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. But in the following 2 cases, a person continues to be a minor until he completes the age of 21 years. സാധാരണഗതിയിൽ ഇവിടെ ഏതൊരു പ്രായപൂർത്തിയാവുക എന്ന് പറയുന്നത് 18 വയസ്സാണ്. പക്ഷേ താഴെ പറയുന്ന 2 കേസുകളിൽ 18 വയസ്സായാൽ മാത്രം പോരാ, അവർക്ക് 21 വയസ്സായാൽ മാത്രമാണ് അവർ മേജർ ആവുള്ളൂ. ഓക്കെ, വേർ ഗാർഡിയൻ ഓഫ് എ മൈനേഴ്സ് പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഈസ് അണ്ടർ ദ ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് 1890. അതായത് ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ലാതെ വരിക, അല്ലെങ്കിൽ അവർ നോക്കുന്ന ഒരു ഗാർഡിയൻ ആണെങ്കിൽ ആ ഗാർഡിയൻ ആക്ട് പ്രകാരം ആ കുട്ടി മേജർ ആവുന്നത് എപ്പോഴാണ്? 21 വയസ്സ് ആവുമ്പോഴാണ്. രണ്ടാമത്തത് വേർ ദ മൈനേഴ്സ് പ്രോപ്പർട്ടി ഹാസ് ബീൻ പ്ലേസ്ഡ് അണ്ടർ ദ സൂപ്രണ്ടൻസ് ഓഫ് എ കോർട്ട് ഓഫ് വാർഡ്സ്. കോടതിയുടെ അണ്ടറിലാണ് ഈ കുട്ടിയുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് 18 വയസ്സല്ല, അവിടെ 21 വയസ്സ് തികയുമ്പോഴാണ് നിയമപ്രകാരം അവരെന്തായി മാറുന്നത്? ഒരു മേജറായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ റൂൾ ഗവേണിംഗ് ജുഡീഷ്യൽ ഫിലോസഫി ആസ് ടു മൈനേഴ്സ്. എന്തൊക്കെയാണ് മൈനറുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത്? 3 കാര്യങ്ങളാണ് പറയുന്നത്. ദ ലോ മസ്റ്റ് പ്രൊട്ടക്ട് ദ മൈനേഴ്സ്. നിർബന്ധമായിട്ടും 18 വയസ്സ് തികയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നിയമം സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ ലോ ഷുഡ് നോട്ട് കോസ് അൺനെസസറി ഹാർഡ്ഷിപ്പ് ടു അതർ പാർട്ടി. ഈ നിയമം മൂലം ഒരിക്കലും അവർക്ക് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് അഗ്രിമെൻറ്റ് പോസിബിൾ ഇഫ് മൈനർ ഈസ് ബെനിഫിഷ്യറി ഓർ പ്രോമിസി. ചില കോൺട്രാക്റ്റിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ആളായിരിക്കും മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള അഗ്രിമെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് പൊസിഷൻ ഓഫ് അഗ്രിമെൻറ്റ് ബൈ എ മൈനർ. ഇനി മൈനറുമായിട്ട് നമ്മൾ ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്താൽ എന്തൊക്കെ പൊസിഷനാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അയാൾ മൈനറാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് സ്റ്റാർട്ടിങ്ങിലെ എന്താണത്? അത് വോയിഡ് കോൺട്രാക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്.
ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മൈനർ ക്യാൻ ബി എ പ്രോമിസി ഓർ ബെനിഫിഷ്യറി. ഒരു കോൺട്രാക്റ്റിൻ്റെ ബെനിഫിറ്റ് പറ്റുന്ന ഒരാളോ അല്ലെങ്കിൽ പ്രോമിസിയോ ആവാം മൈനർക്ക് എന്നുള്ളതാണ് പറയുന്നത്. അതിനൊരു റെസ്ട്രിക്ഷൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇഫ് ഇൻ എ കോൺട്രാക്ട് മൈനർ ഈസ് എ ബെനിഫിഷ്യറി ഓർ ഹി സഫേർഡ് ലോസ് ഹി ഈസ് എ പ്രോമിസി ഹി ക്യാൻ ഡിമാൻഡ് എൻഫോഴ്സ്മെൻറ്റ്. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഡിമാൻഡ് ചെയ്യാം. ദർഫോർ അഗ്രിമെൻറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ മൈനർ ഫോർ ഹിസ് ബെനിഫിറ്റ് ആർ വാലിഡ് ആൻഡ് എൻഫോഴ്സബിൾ. ഒരു മൈനറെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്താണ്, വോയിഡ് ആണ്. പക്ഷെ ഒരു മൈനർക്ക് ആരാവാം, പ്രോമിസിയോ ബെനിഫിഷ്യറി ആവാം. അതിലെന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അവിടെ ലീഗൽ എൻഫോഴ്സ്മെൻറ്റ് അവർക്ക് സാധ്യമാണെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് റാറ്റിഫിക്കേഷൻ ഓൺ അറ്റൈനിങ് ദ മെജോറിറ്റി ഈസ് നോട്ട് അലൗഡ്. അതായത് ഒരു മൈനർ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. എന്നതിന് ശേഷം 18 വയസ്സ് തികയുന്ന സമയത്ത് അവർ അന്ന് ചെയ്ത കാര്യങ്ങളുടെ റാറ്റിഫിക്കേഷനുമായിട്ട് വരികയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ മൈനർ ബോറോഡ് എ സം ഓഫ് മണി എക്സിക്യൂട്ടിങ് എ ബോണ്ട് ഫോർ ഇറ്റ്. അതായത് ഒരു മൈനർ ആയിരിക്കുന്ന പ്രായത്തിൽ ഒരാൾ പൈസ കടം വാങ്ങിക്കുകയാണ്. പകരം അയാൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബോണ്ടാണ് അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സബിൾ. അതൊരിക്കലും നമുക്ക് നിയമപ്രകാരം സാധുത ഇല്ലാത്തൊരു കാര്യമാണ്. അതിനുശേഷം ഇയാൾ 18 വയസ്സ് തികഞ്ഞപ്പം എക്സിക്യൂട്ടഡ് എ സെക്കൻഡ് ബോണ്ട് ഇൻ പ്ലേസ് ഓഫ് ദ ഒറിജിനൽ ലോൺ. ആദ്യം എന്താണോ ആ ലോൺ എടുത്തത് അപ്പോൾ ഒരു ബോണ്ട് എഴുതി കൊടുത്തു, അതിന് വാല്യൂ ഇല്ല. പക്ഷെ 18 തികഞ്ഞപ്പം ആദ്യം കൊടുത്ത ആ ബോണ്ടിന് പകരമായിട്ട് എന്ത് ചെയ്തു, രണ്ടാമതൊരു ബോണ്ട് കൊടുത്തു, പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റും കൊടുത്തു. ഇറ്റ് വാസ് ഹെൽഡ് ദ സെക്കൻഡ് ബോണ്ട് വാസ് നോട്ട് മെയിൻറ്റെയിനബിൾ ആസ് ദാറ്റ് ദ ബോണ്ട് വാസ് വിത്തൗട്ട് കൺസിഡറേഷൻ. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സെക്കൻഡ് ബോണ്ടിന് അവിടെ എന്തില്ല, ഒരു മെയിൻറ്റനബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതെന്ന് പറയുന്നത് ഒരു കൺസിഡറേഷനും അവിടെ ഇല്ല. ആദ്യത്തെ കേസിൽ എന്താണ്, ഇയാൾ പൈസ ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട്, അങ്ങോട്ട് കൺസിഡറേഷനായിട്ട് ബോണ്ട് കൊടുക്കുന്നു. പക്ഷെ അത് ഏത് പ്രായത്തിലാണ്, മൈനറായി ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അതിനെന്തില്ല, അതിന് എൻഫോഴ്സിബിലിറ്റി ഇല്ല. പക്ഷെ അതേസമയം ഈ കാര്യം ഓർത്ത് വെച്ച് അയാൾ 18 വയസ്സ് തികഞ്ഞപ്പം അയാളൊരു ബോണ്ട് ആദ്യത്തെ ബോണ്ടിന് പകരമായി എഴുതി കൊടുക്കും. പക്ഷെ അവിടെ അപ്പം ട്രാൻസാക്ഷനിൽ പൈസ വരുന്നില്ല, പൈസ നമ്മൾ കൊടുത്തത് മുന്നേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസിഡറേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് വാല്യുബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് മൈനർ കനോട്ട് ബി ആസ്ക്ഡ് ടു കോമ്പൻസേറ്റ് ഓർ പേ ഫോർ എനി ബെനിഫിറ്റ് റിസീവ്ഡ് അണ്ടർ എ വോയിഡ് അഗ്രിമെൻറ്റ്. മൈനർ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയും അത് വോയിഡ് അഗ്രിമെൻ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലൊരു കോമ്പൻസേഷൻ ചോദിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് പേ ചെയ്യാനോ ഒരു മൈനർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ഇവിടെ പറയുന്നുണ്ട് മൈനർ ഒബ്റ്റെയിൻസ് എ ലോൺ ബൈ മോർഗേജിങ് ഹിസ് പ്രോപ്പർട്ടി. മൈനറുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് അയാൾ കടം വാങ്ങി. ഹി ഈസ് നോട്ട് ലയബിൾ ടു റീഫണ്ട് ദ ലോൺ. എന്തുകൊണ്ടാണ്, അയാൾക്ക് ആ കടമൊക്കെ വാങ്ങി പക്ഷെ അത് റീഫണ്ട് ചെയ്യാനുള്ള ഒരു ബാധ്യത അവിടെ ഇല്ല. അത് മാത്രമല്ല ആ മോർഗേജ് പ്രോപ്പർട്ടി കനോട്ട് ബി മെയ്ഡ് ലയബിൾ ടു പേ ദ ഡെറ്റ്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ഒരിക്കലും ആ ഡെറ്റ് പേ ഓഫ് ചെയ്യാനും അവിടെ പറ്റില്ല എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് മൈനേഴ്സ് ക്യാൻ ഓൾവേസ് പ്ലീഡ് ഹിസ് മൈനോറിറ്റി നോ എസ്റ്റോപ്പിൽ അഗെയിൻസ്റ്റ് ഹിം. അതായത് ആ മൈനർക്ക് സ്വമേധയാ തന്നെ എന്ത് ചെയ്യാം, ഞാനൊരു മൈനറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലീഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ അത് റൂളാണ്, റൂൾ ഓഫ് എവിഡൻസ് ആണ്. വിച്ച് എ പേഴ്സൺ ഈസ് നോട്ട് അലൗഡ് ടു ഗോ ബാക്ക് അപ്പോൺ ദ ഏർലിയർ റെപ്രസെൻറ്റേഷൻ. നമ്മൾ മുന്നേ എന്താണോ പറഞ്ഞു നടന്നത് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. എ മൈനർ ഹു ഫാൾസ്ലി റെപ്രസെൻറ്റ് ഹിംസെൽസ് ടു ബി എ മേജർ ഇൻഡ്യൂസസ് അനദർ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് ഹിം. അതായത് ഒരു മൈനർ ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞാനിപ്പോൾ ഒരു മേജറാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. ഹി കനോട്ട് ബി മെയ്ഡ് ലയബിൾ ഓൺ ദ കോൺട്രാക്ട്. ആ ഒരു കോൺട്രാക്റ്റിന് അയാൾക്ക് യാതൊരു ലയബിലിറ്റി ഉണ്ടാവില്ല. കാരണം ദർ ക്യാൻ ബി നോ എസ്റ്റോപ്പൽ അഗെയിൻസ്റ്റ് എ മൈനർ. എന്തുകൊണ്ടാണത്, ആ മൈനർക്ക് ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നോട്ട് എസ്റ്റോപ്ഡ് ഫ്രം പ്ലീഡിങ് ഹിസ് ഇൻഫാൻസി ഇൻ ഓർഡർ ടു അവോയ്ഡ് എ കോൺട്രാക്റ്റ്. ആ ഒരു കോൺട്രാക്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഒരു മൈനർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റിൽ പറയുന്നത് നോ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദ അഗ്രിമെൻറ്റ്. നോ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനേഴ്സ് കോൺട്രാക്റ്റ് എപ്പോഴും അബ്സല്യൂട്ട്ലി വോയിഡ് ആണ് നമുക്കറിയാം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനേ വരുന്നില്ല, അവിടെ ഒരു സ്പെസിഫിക് പെർഫോമൻസിൻ്റെ ആവശ്യമേ അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവരോട് നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യം പെർഫോം ചെയ്തോ അല്ലെങ്കിൽ ഇല്ലെന്ന് ചോദിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. മൈനർ കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ ഒരിക്കലും മൈനർക്ക് എൻ്റർ ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് പറയുന്നത്. മൈനർക്ക് ഒരു ഏജൻ്റ് ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യാം.
ഹി കനോട്ട് ബി അഡ്ജഡ്ജ്ഡ് ഇൻസോൾവെന്റ്. അതുപോലെ തന്നെ മൈനറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പാപ്പരാണ് എന്ന് അഡ്ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത്, കാരണം ഇയാൾ മൂലം നമുക്ക് ഒരുപാട് ബാധ്യതകൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പെർഫോം ചെയ്തുകൊണ്ട് ആ ബാധ്യതയിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. 10ാമത്തെ പോയിന്റിൽ പറയുന്നത് എ മൈനർ ഈസ് ലയബിൾ ഫോർ നെസസറീസ് സപ്ലൈഡ് ഓർ നെസസറി സർവീസസ് റെൻഡേർഡ് ടു ഹിം. അതായത് ഒരു മൈനർ ആയിരിക്കുന്ന പ്രായത്തിൽ ചിലപ്പോൾ അവർക്ക് വളരെ അത്യാവശ്യം വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ടാവും, വേണ്ട സർവീസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനെല്ലാം ആ മൈനർ ലയബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പെട്ടെന്ന് അച്ഛനും അമ്മയൊക്കെ ഇല്ലാതാവുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികയുന്നവരെ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിന് വേണ്ടതായി നമ്മൾ കൊടുത്ത്, പക്ഷെ അതൊരിക്കലും എന്തെല്ലാം ആ നെസസറീസ് എന്തൊക്കെയാണോ അവർക്കുള്ളത് അവരതിനൊക്കെ 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പേ ഓഫ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഫ് എ മൈനർ ഓർ എനി പേഴ്സൺ ഹൂം ഹി ഈസ് ലീഗലി ബൗണ്ട് ടു സപ്പോർട്ട് ഈസ് സപ്ലൈഡ് ബൈ അനദർ പേഴ്സൺ വിത്ത് നെസസറീസ് സ്യൂട്ടഡ് ടു ഹിസ് കണ്ടീഷൻ ഇൻ ലൈഫ്. അയാളുടെ ജീവിത സൗകര്യങ്ങൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമതൊരു വ്യക്തി അവർക്ക് വേണ്ടതെല്ലാം സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. Such another person who has furnished such supply is entitled to be reimbursed from the property of a minor. അങ്ങനെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ മൈനറുടെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ചിലവാക്കിയ തുക അവർക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എഗെയിൻ ഇറ്റ് ഈസ് ഓൺലി ദ പ്രോപ്പർട്ടി ഓഫ് ദ മൈനർ വിച്ച് ഈസ് ലയബിൾ ഫോർ മീറ്റിംഗ് ദ ലയബിലിറ്റി. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർക്ക് എന്ത് ബെനിഫിറ്റ് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലും അത് മൈനർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ, പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും അതിന് ലയബിൾ അല്ല, ആ മൈനർ ഒരിക്കലും അതിന് ആ ബാധ്യതയ്ക്ക് ലയബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് നെസസറി ഗുഡ്സ്. എന്താണ് നെസസറി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ കൃത്യമായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് എന്താ, ഭക്ഷണവും വസ്ത്രവുമാണ് അല്ലേ. അപ്പോൾ ബട്ട് ഇൻക്ലൂഡ് ആർട്ടിക്കിൾസ് വിച്ച് ആർ റീസണബിളി നെസസറി ടു ദ മൈനർ ഹാവിങ് റിഗാർഡ് ടു ഹിസ് സ്റ്റാറ്റസ് ഇൻ ലൈഫ്. ഇപ്പോൾ ഒരു വാച്ച്, ബൈസിക്കിൾ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, ഒരു മൈനറെ സംബന്ധിച്ചോളം ഒരു നെസസറി ആണെന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം എ വെൽ പ്ലേസ്ഡ് മൈനർ ഈസ് എ കാർ മേ ബി കൺസിഡർ ആസ് എ നെസസറി ബട്ട് ടു അനദർ ഇറ്റ് ഈസ് ലക്ഷൂറിയസ് ലൈഫ്. അതേ ആ പ്രായത്തിലൊരു കുട്ടിക്ക് കാറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ലക്ഷറി ആയിട്ട് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി സർവീസസ് റെൻഡേഡ്. സർവീസസ് റെൻഡേഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്, മീൻസ് അവർക്കുള്ള വിദ്യാഭ്യാസം, മെഡിക്കൽ അഡ്വൈസ്, ലീഗൽ അഡ്വൈസ്, ഹൗസ് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്പോൾ നെസസറി ഗുഡ്സോ സർവീസസോ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ചിലവാക്കിയ പൈസ റീഇംബേഴ്സ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത, അപ്പോൾ ആദ്യത്തെ കേസ് എന്താണ്, കപ്പാസിറ്റി കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ആ ഒരു വ്യക്തി മേജർ ആവണം എന്നുള്ളതാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എ പേഴ്സൺ ഈസ് സെഡ് ടു ബി അൺസൗണ്ട് മൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട് if at the time when he makes it he is capable of understanding it and the forming a rational judgment as to its effect upon his interest. നമ്മളൊരു വ്യക്തിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കരാർ എന്താണെന്നും അതിലെന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയോടുകൂടി വേണം അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ബുദ്ധിയില്ലാത്ത ആളുകൾ, ഇഡിയറ്റ്സ്, ലുനാറ്റിക്സ്, ഓക്കെ, ഡ്രങ്കാർഡ്സ്, അതായത് ഈ ലുനാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും സ്വയം ബുദ്ധിയില്ല, പിന്നെ കുടിച്ച് ഡ്രിങ്കിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും കുടിക്കുന്ന സമയത്ത് യാതൊരു ബോധവുമില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ കരാറിൽ അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് ഒരിക്കലും നമുക്ക് വാലിഡായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം പൂർണ്ണമായ ബോധ്യം എന്താണ് ഞാൻ, അല്ലെങ്കിൽ എന്താണ് ഈ കോൺട്രാക്റ്റ്, അത് എന്ത് ഞാൻ ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് A to Z അറിഞ്ഞുകൊണ്ട് ബോധപൂർവം നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ് മാത്രമേ വാലിഡ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലുനാറ്റിക്സ്, ഈ അതിഭ്രമം ബാധിച്ച ആളുകൾ അല്ലെങ്കിൽ ഇഡിയറ്റ്സ് ഒക്കെ അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നതേ വോയിഡാണ് എന്നുള്ളതാണ് പറയുന്നത്. ആൻ ഇൻസെയിൻ പേഴ്സൺ, ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ, ഇൻസെയിൻ ആവുക, പേഴ്സൺ ക്യാൻ മേക്ക് എ വാലിഡ് കോൺട്രാക്ട് ഡ്യൂറിങ് ഹിസ് ലൂസിഡ് ഇൻ്റർവെൽസ്. ചില ആളുകൾക്കുണ്ടല്ലോ ചില മനോരോഗങ്ങൾ, ചിലപ്പോൾ നല്ല ബോധം ഉണ്ടാവും, ചിലപ്പം അത് ഒന്നും പറഞ്ഞാലും മനസ്സിലാവാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു ബോധമുള്ള സമയങ്ങളിൽ അയാളുമാര് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് വാലിഡാണ്. ഓക്കെ,
അപ്പോൾ എ പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഓഫ് അൺസൗണ്ട് മൈൻഡ് ബട്ട് ഒക്കേഷണലി ഓഫ് സൗണ്ട് മൈൻഡ് മേ മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീസ് ഓഫ് സൗണ്ട് മൈൻഡ്. എപ്പോഴും അവർ കുറേ വർഷങ്ങളായിട്ട് ഒരേ പൊസിഷനിൽ പോവുകയാണ്, അതായത് ഭ്രാന്തനായ ഒരാളാണെങ്കിൽ അവരെ ഒരിക്കലും നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പം മാത്രമാണ് ഈ ഭ്രാന്തുള്ളത്, ചിലപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സമയത്താണ് കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എ പേഷ്യൻ്റ് ഇൻ എ ലുനാറ്റിക് അസ്ലം ഹു ഈസ് ഇൻ്റർവെൽ ഓഫ് സൗണ്ട് മൈൻഡ് മേ മേക്ക് എ കോൺട്രാക്ട് ഡ്യൂറിങ് ദോസ് ഇൻ്റർവെൽസ്. ആ ബോധം വരുന്ന സമയങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ നമുക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ആളുകളാണ് ടൈപ്സ് ഓഫ് പേഴ്സൺസ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് ദെയർ കോൺട്രാക്റ്റ്? ആദ്യത്തെ കേസ് ഇഡിയറ്റ്സ് ആണ്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹൂസ് മെൻ്റൽ പവേഴ്സ് ആർ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആർ നോൺ ആസ് ഇഡിയറ്റ്. നമ്മൾ പറയില്ലേ മരമണ്ടൻ, കഴുത എന്നൊക്കെ പറയുന്ന ഒട്ടും ബുദ്ധിയില്ലാത്തത്. കാരണം അവർക്ക് മെൻ്റൽ പവർ ഇല്ല, മാനസികമായിട്ടോ ഭൗതികമായിട്ടോ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് ത്രാണിയില്ലാത്ത അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയ ആളുകളാണ്. അപ്പോൾ ഇഡിയോസി ഈസ് എ കൺജനിറ്റൽ ഡിഫക്റ്റ് ആണ്, കോസ്ഡ് ബൈ ലാക്ക് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ. ബുദ്ധി വികാസമില്ലാത്തത്, ബ്രെയിൻ വേണ്ട രീതിയിൽ വികാസമില്ലാതെ വരുമ്പോഴാണ്, വികസിക്കാതെ വരുമ്പോഴാണ് അവർക്ക് അതിനുള്ള കഴിവ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ട് അയാൾ എന്നും ആ ജീവിതകാലം എന്തേ ആവുള്ളൂ, പെർമനൻ്റ് ആയിട്ട് ഇൻകേപ്പബിൾ ആണ് വരുന്നത്. ദീസ് പേഴ്സൺസ് ആർ ഓഫ് സൗണ്ട് മൈൻഡ്. സച്ച് എ പേഴ്സൺ ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് കോൺട്രാക്ട്സ്. അങ്ങനെ ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് സംസാരിച്ചാലും അവർക്കത് മനസ്സിലാവില്ല കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ റാഷണൽ ജഡ്ജ്മെൻറ്റ് എടുക്കാനൊന്നും അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ഒരു ഇഡിയറ്റുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അത് സ്റ്റാർട്ടിങ്ങിലെ വോയിഡാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത ആളാണ് ലുനാറ്റിക് എന്ന് പറയുന്നത്. ലുനാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും സീരിയസ് മെൻ്റൽ ഡിസോർഡർ ഡ്യൂ ടു മെൻ്റൽ സ്ട്രെയിൻ ഓർ സീരിയസ് മെൻ്റൽ ഷോക്ക്. വല്ല പ്രശ്നങ്ങൾ പറ്റി അതിൻ്റെ ആഘാതത്തിലിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, ചില എന്താ പറയുക ട്രാജിക് ഈവൻ്റ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പം അവർ ആ ഒരു ഓർഡറെ അങ്ങോട്ട് ജീവിതത്തിൽ പോകുന്ന ആളുകളുണ്ട് അല്ലേ. അതിലൂടെ മാനസിക നില തകരാറിലാവുന്ന ആളുകളുണ്ട്. മെൻ്റൽ സ്ട്രെയിന്, സീരിയസ് മെൻ്റൽ ഷോക്ക്, അവരുടെ മനസ്സിനെ ഉലയ്ക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ അവർ ആ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളാവുമ്പം ചിലപ്പം അവർക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും ചില സമയത്ത്, ചിലപ്പം അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്തൊരു സമയം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നുണ്ട്. ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പറഞ്ഞാൽ എന്താ? ടോക്സിക് എന്ന വിഷാംശം ഉള്ളിൽ, വിഷം എന്ന് പറയുന്നത് മദ്യമാണ്. അപ്പോൾ അത് ഉള്ളിൽ വല്ലാതെ ചെല്ലുമ്പം അവർക്ക് സ്വയം ബോധമൊക്കെ നശിച്ചു പോകും, എന്ത് പറഞ്ഞാലും മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് പോകും. അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കോൺട്രാക്റ്റ് സ്റ്റാർട്ടിങ്ങിലെ എന്താണത്? അതൊരു വോയിഡ് കോൺട്രാക്റ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ പോയിന്റ് ആയിരുന്നു പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആകെ 3 പോയിന്റ് പഠിക്കാണല്ലോ. നമ്മൾ ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പം കപ്പാസിറ്റി ഉണ്ടാവുക, ആ കപ്പാസിറ്റി എങ്ങനെയാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ എന്നുള്ളതാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. ആരൊക്കെ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ? ഒന്ന് മൈനർ എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, മൂന്നാമത്തത് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ്, മറ്റുള്ള നിയമപ്രകാരം നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുക, അതിന് നമുക്ക് യോഗ്യത ഇല്ലാതിരിക്കുന്ന ആളുകളെ. ഏലിയൻ എനിമീസ് ആരാണ് ഒരു ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും യുദ്ധം നടക്കുകയാണെന്നുള്ളത് അറിയാം അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ എനിമിയോ ആ രാജ്യത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവരുമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം നിയമം മൂലം അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്. എ പേഴ്സൺ ഹു ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് ആൻ ഏലിയൻ. ഏലിയൻ എന്ന് പറയുമ്പോൾ ഒരു വിദേശിയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലല്ലാത്ത വേറൊരാൾ. പക്ഷേ ആ ഏലിയൻ, ആ വിദേശത്തുള്ളത് ആരാവാം? നമ്മുടെ മേ ബി ഒരു ഫ്രണ്ടും ആവാം അല്ലെങ്കിൽ ഒരു എനിമി ആവാം. അതൊരു കൺട്രി അറ്റ് പീസ് വിത്ത് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുമായിട്ട് സമാധാനപരമായി പോകുന്ന ഒരു രാജ്യത്തുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ അത് നമ്മുടെ ഏലിയൻ ഫ്രണ്ടാണ് എപ്പോഴും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ചെയ്യാം. ആൻഡ് ഏലിയൻ ഹൂസ് കൺട്രി ഈസ് ഏത് നേരവും ഇന്ത്യയുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തെ ആളാണ് നമ്മുടെ ഏലിയൻ എങ്കിൽ അത് എനിമി ആയിട്ടാണ് അവിടെ കണക്കാക്കുക. ഓക്കെ, അടുത്തത് പറയുന്നത്
ഫോറിൻ സോവറിൻസ്, ഫോറിൻ ഭരണാധികാരി, അംബാസഡേഴ്സ്, ഫോറിൻ സോവറിൻസും അതേപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഫോറിൻ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് കുറച്ച് പ്രിവിലേജുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ഇന്ത്യൻ കോർട്സിൽ സ്യൂ ചെയ്യാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളുമായിട്ടൊന്നും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത്. കോൺവിക്റ്റ്, അതായത് കുറ്റവാളികൾ, ഒരിക്കലും എന്തിനെങ്കിലും പ്രശ്നം കാരണം അവരെ ജയിലിൽ അടച്ച് ജയിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ആളുകളാണെങ്കിൽ കുറ്റവാളികളാണ് അവർ. അങ്ങനെയുള്ള ആളുകളുമായിട്ട് മരണത്തിന് വിധിക്കപ്പെട്ടതോ തൂക്കുകയറിന് വിധിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ കുറ്റവാളികളാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആളുകളോ അവരുമായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഏർപ്പെടാൻ പറ്റാത്തതാണ് പ്രൊഫഷണൽ പേഴ്സൺസ്. പ്രൊഫഷണൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വക്കീലന്മാരുണ്ടാവില്ല, ബാരിസ്റ്റേഴ്സ് കനോട്ട് സ്യൂ ദെയർ ക്ലയൻസ് ഫോർ ദെയർ പ്രൊഫഷണൽ ഫീസ്. അവർക്ക് ഒരിക്കലും അവരുടെ പ്രൊഫഷണൽ ഫീസിൽ ക്ലയൻസിനോട് സ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന്, അത് അവിടുത്തെ ഒരു നിയമമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രൊഫഷണൽ പേഴ്സൺസ് ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. ബാർ കൗൺസിൽ ആക്ട് പ്രകാരം അഡ്വക്കേറ്റ് ഓഫ് ഹൈക്കോർട്ട് can enter into a contract with his client and can also bring suit against him for his fees. അവർ ഫീസ് തന്നിട്ടില്ലെങ്കിൽ അവർക്കെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനൊന്നും ഡോക്ടേഴ്സിനൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഡോക്ടറെ കാണിച്ചിട്ട് ഫീസ് കൊടുത്തില്ലെങ്കിൽ അയാൾക്കെതിരെ പരാതി കൊടുക്കാം. ഇൻ ഇന്ത്യ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ അപ്പോൺ ഡോക്ടേഴ്സ് ആസ് റിഗാർഡ്സ് ഫയലിംഗ് ഓഫ് സ്യൂട്ട്സ് ഫോർ ദെയർ ഫീസ്. അവരുടെ ഫീസ് കിട്ടിയില്ലെങ്കിൽ അവർക്കെതിരെ ഫീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ പരാതി കൊടുക്കാൻ ഡോക്ടേഴ്സിന് അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഇൻസോൾവെൻ്റ് ആവുക. ഇൻസോൾവെൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, പാപ്പരാവുക. നമ്മൾ ഒരു കോൺട്രാക്റ്റിലൊക്കെ എൻ്റർ ചെയ്ത് അവിടെ വലിയ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടി വരുമ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കോടതി നോക്കും നമ്മുടെ സ്വത്തൊക്കെ എത്ര ഉണ്ട്, അതൊക്കെ കൊടുക്കാൻ നമ്മൾ ഏബിൾ ആണോ എന്നൊക്കെ. അപ്പം നമ്മുടെ പേരിലായിട്ട് ഒരു സ്വത്തും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസോൾവെൻ്റ് ആണ്. ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാൽ പാപ്പരായ ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് കടബാധ്യതയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ അവിടെ പറ്റില്ല. ഓക്കെ, അതാണ് നിയമം മൂലം എന്താണ് ഡിസ്ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ആറാമത്തേൽ പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് കമ്പനീസ് ആണ്. ഇവരും കോർപ്പറേഷനും കമ്പനിയും ഒക്കെ നമ്മൾ നിയമം മൂലം ഉണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ടാണ് പറയുന്നത്. നിയമത്തിന് മുമ്പിൽ ഇവരാരാണ്, ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചില സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുണ്ട്. കോൺട്രാക്ച്വൽ കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ഒരു സ്റ്റാറ്റ്യൂട്ട് അതിൻ്റെ മുകളിലുള്ളതിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പിറ്റൻ്റ് ആണ് ഇവർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ ചില പ്രത്യേക പ്രൊവിഷനോട് കൂടിയിട്ടെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒബ്ജക്റ്റ് ക്ലോസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് എൻ്റർ ചെയ്യണമെങ്കിൽ ഓൺലി ത്രൂ അതിൻ്റെ ഏജൻറ്റ് വഴിയോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വഴിയോ മാനേജിങ് ഡയറക്ടർ ആൻഡ് ചീഫ് ഓഫീസേഴ്സൊക്കെ അതിൽ പറഞ്ഞ പ്രകാരമൊക്കെ മാത്രമാണ് നമുക്കതിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഏഴാമത്തെ പോയിൻ്റാണ് സ്ത്രീകളുമായിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, സ്ത്രീയും പുരുഷനും എന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഒരു വുമൺ എന്ന് പറയുന്ന, ഒരു സ്ത്രീ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞതോ കഴിയാത്തതോ ക്യാൻ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ്. അവർക്കൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ആൻഡ് ബൈൻഡ് ഹെർ പ്രോപ്പർട്ടി, അവർക്ക് അവരുടേതായ പേരിൽ എന്തുണ്ടായിരിക്കും, സ്വത്തുവകൾ ഉണ്ടായിരിക്കണം. സ്യൂ ആൻഡ് ബി സ്യൂഡ് ഓൺ സച്ച് കോൺട്രാക്റ്റ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവർക്ക് കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളുടെ മുകളിൽ കോടതിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കേസ് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ ചെയ്യേണ്ടിയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്കാണെങ്കിലും എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഒരു മാരീഡ് വുമൺ ആണെങ്കിൽ അവരുടെ റൈറ്റ് എന്ന് പറയുന്നത് എന്താ, ടു ക്രെഡിറ്റ് ഹെർ ഹസ്ബൻഡ് ഫോർ നെസസറീസ് എക്സെപ്റ്റ് വെൻ ഷീ ഈസ് ഫോർബിഡൻ ടു ഡു സോ. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അവരുടെ കല്യാണം കഴിഞ്ഞതായതുകൊണ്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടും അവർക്ക് ആ ബാധ്യത വീട്ടേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്യാൻ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. രണ്ടുപേർക്കും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ദേ ക്യാൻ സ്യൂ ഈച്ച് അതർ, അവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കാം. ബിക്കോസ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ഹാവ് സെപ്പറേറ്റ് ലീഗൽ ഐഡൻറ്റിറ്റി. എന്തുകൊണ്ടാണ്, നിയമത്തിന് മുമ്പിൽ അവർ ഹസ്ബൻഡ് വൈഫ് എന്നല്ല, അവർ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺസ് ആണ്. രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടൊരു നിയമ നിലപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഫോർ എൻ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ് പറഞ്ഞ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യുക. ഒന്ന്, അറ്റൈൻ ദ ഏജ് ഓഫ് മെജോറിറ്റി നോക്കുക, സൗണ്ട് മൈൻഡ് ആണോ നോക്കുക, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഈ 3 കാര്യങ്ങൾ.
അപ്പോൾ ഇല്ലെങ്കിൽ മാത്രം ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അതിലെന്താണ് ആദ്യം മൈനറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇഡിയറ്റ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്, അവരൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഡിസ്ക്വാളിഫൈ ചെയ്യുക? ഏലിയൻ, എനിമി, വിമൻ, കോർപ്പറേഷൻ, കമ്പനീസ്, പ്രൊഫഷണൽസ്, കോൺവിക്സ്, ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസഡേഴ്സ്, ഇൻസോൾവൻസ്, അങ്ങനെ 7 പേരാണ് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആരുമായിട്ട് എന്നുള്ളതൊക്കെ അവിടെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കപ്പാസിറ്റി, ഒരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ എന്തൊക്കെ കേപ്പബിലിറ്റികൾ വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്